രാമ 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 പാഹി മാം. കർക്കിടകമാസം പിറന്നതോടെ പ്രഭാതങ്ങളെയും സന്ധ്യകളെയും അനശ്വരമാക്കുന്നത് രാമനാമ കീർത്തനങ്ങളാണ്. രാമായണത്തിലെ കഥാലോകം കുരുന്നുകളിലേക്ക് കൂടി പകർന്നു നൽകുകയാണ് കോഴിക്കോട്ടെ നെടിയനാട് ശ്രീതികൈകുന്ന മഹാദേവ ക്ഷേത്രം. രാവിലെയും വൈകുന്നേരങ്ങളിലും വിളക്ക് തെളിയിച്ച് രാമായണം തൊട്ടുവന്ദിച്ച് വായന തുടങ്ങും. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. രാമായണ കഥാ സന്ദർഭങ്ങളിലൂടെ രാമനോടൊപ്പം കുട്ടികളും സഞ്ചരിക്കും. മുതിർന്നവരും രാമകഥകൾക്ക് ചെവിയോർക്കും. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യപാദബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാംഭോജ മനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംഭോജം വക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തിടിനാൻ. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ രാമകഥ മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് കുട്ടികൾ പറയുന്നു. രാമായണ പാരായണം കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഞാൻ സ്ഥിരമായിട്ട് വരാറുണ്ട്. ആ സമയത്ത് രാമായണം പാരായണം കേൾക്കുന്ന സമയത്ത് എനിക്ക് രാമായണത്തെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ അറിയാനും അതിലെ കഥാപാത്രങ്ങളെ പറ്റി മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. രാമായണ പാരായണത്തോടൊപ്പം ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും നടക്കുന്നുണ്ടെന്ന ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ നമ്പൂതിരി പറഞ്ഞു. രാമായണ മാസാചരണമായിട്ട് കർക്കിടക മാസം 31 ദിവസവും രാമായണം വായനയുണ്ട്. വിശേഷാൽ ഗണപതി ഹോമം, ഭഗവതി സേവ അത് ആൾക്കാർക്ക് വഴിപാടായിട്ട് ഷീട്ടാക്കിയിട്ട് അങ്ങനെ നടത്തുന്നുണ്ട്. അത്ഭുത പുരുഷനാം ഉൽപ്പല നേത്രൻ തന്നെ ത്വൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. അമൃത ന്യൂസ് കോഴിക്കോട്.